ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് പേരുടെ സംശയം തന്നെയാണ്. പരീക്ഷ കഴിഞ്ഞു, ഒരു മാസം പിന്നിട്ടിരിക്കുന്നു, ഇതുവരെ ആൻസർ കീയെ പറ്റി ആരും സംസാരിക്കുന്നു പോലുമില്ല. എന്തായിരിക്കാം ഇതിനു മുമ്പിലെ യാഥാർത്ഥ്യം? ഇനി ഇതൊന്നുമല്ല, ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരീക്ഷ ഇനി ക്യാൻസൽ ചെയ്യുമോ, ആൻസർ കീ പുറത്തു വിടാതിരിക്കുമോ, എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ഈ കാര്യത്തിൽ. എന്നിരുന്നാലും എന്താണ് ഇതിലെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം. അതായത് നോക്കിയാൽ മക്കളെ, ഇതുവരെ എന്തുകൊണ്ടാണ് ഈ പരീക്ഷയുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്, ആൻസർക്ക് വരാൻ വേണ്ടിയിട്ട് താമസിക്കുന്നത് എന്ന് NTA പറഞ്ഞിട്ടില്ല. NTA ഡിലേ ഉണ്ട് എന്ന് അക്നോളജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആകെപ്പാടെ NTA ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. റിസൾട്ട് ഉടൻ വരും, കാര്യം അറിയില്ല, എന്താണ് ഡിലേ ഉണ്ട് എന്നിവരെ അക്നോളജ് ചെയ്യുന്നുമില്ല. ഇതാണ് നിലവിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത്. ഇപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിഷണൽ ആൻസർ കീ പോലും വെളിയിലേക്ക് വന്നിട്ടില്ല. മനസ്സിലാക്കുക, പ്രൊവിഷണൽ ആൻസർ കീ പോലും വെളിയിലേക്ക് വന്നിട്ടില്ല. പിന്നെയാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്? നോക്കിയേ, സാധാരണ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ കിട്ടുന്നത് പരീക്ഷയ്ക്ക് 5 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിലാണ്. 7 മുതൽ 14 ദിവസങ്ങളിലാണ് ഐഡിയൽ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷ കിട്ടുന്നതാണ്. അവസാന പരീക്ഷ നടന്നത് ജൂലൈ 5-ാം തീയതിയാണ്. അതായത് ജൂലൈ 29-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ ജൂലൈ 19-ാം തീയതിയോടുകൂടി നമുക്ക് എന്ത് കിട്ടേണ്ടതായിരുന്നു? നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഒബ്ജക്ഷൻ വിൻഡോ, അപ്പോൾ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്ന് 2 മുതൽ 4 ദിവസം വരെ, 2-3 ദിവസമാണ് നമുക്ക് നമ്മൾക്കുള്ള ഒബ്ജക്ഷൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട്, ആൻസർ കീയിലെ തിരുത്തുകൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് ഷീറ്റ്, നമ്മളുടെ റെസ്പോൺസ് ഷീറ്റും ആൻസർ കീയും ക്വസ്റ്റ്യൻസും ചലഞ്ച് വിൻഡോയും ഓപ്പൺ ആകുന്നത് 2 മുതൽ 4 ദിവസത്തേക്കാണ്. അവിടെ നിന്ന് നമ്മളെ ചലഞ്ചുകൾ എടുത്ത് അവർ സ്ക്രൂട്ടനൈസ് ചെയ്ത് 1 മുതൽ 3 ആഴ്ചക്കുള്ളിൽ, അതായത് 21 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 19-ഉം 20-ഉം 10-ഉം, നമുക്ക് ഏകദേശം ഓഗസ്റ്റ് 10-ാം തീയതിയോടുകൂടി നമുക്ക് ഫൈനൽ റിസൾട്ട് മാക്സിമം ലഭിക്കേണ്ടതായിരുന്നു. എവിടെ? സാധാരണയുള്ള നിലയിൽ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു റിസൾട്ട്. ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുവരെ പ്രൊവിഷണൽ ആൻസർ കീ വെളിയിൽ വന്നിട്ടില്ല. നോക്കിയേ, നമുക്കങ്ങനെ 3 മുതൽ 5 ആഴ്ച വരെ, 1 മാസത്തിൽ കൂടുതൽ ഇതുവരെ റിസൾട്ടിന് നമുക്ക് സമയമെടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് വരെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടില്ല. ജൂലൈ 5-ാം തീയതി നടന്ന പരീക്ഷ നമുക്ക് ജൂലൈ 12 മുതൽ 19 വരെ ആൻസർ കീ ലഭിച്ച് ഇപ്പോഴത്തേക്കും റിസൾട്ട് വരേണ്ടതായിരുന്നു. എന്തെന്ന് പറയുന്നത്, നമ്മളുടെ റിസൾട്ട് വരേണ്ട സമയമായിരുന്നു ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇതെന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നീറ്റ് വിഷയത്തിൽ NTA എന്നാണ് ഓൾറെഡി ക്വസ്റ്റ്യനിലാണ്. നമ്മളുടെ സെൻട്രൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഓബ്വിയസ്ലി NTA എന്ന് പറയുന്ന സിസ്റ്റം നമുക്കറിയാം. NTA എന്ന് പറയുന്ന ഒരു എക്സാം കണ്ടക്ടിങ് ബോഡി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, ഗവൺമെൻറ് ബോഡിയല്ല. നമുക്കറിയാം എന്താണ്, നമ്മളെ സാധാ ലൈബ്രറി പോലെയുള്ള ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി മാത്രമാണ് NTA എന്ന് പറയുന്നത്. NTAക്ക് ആകെപ്പാടെ ഒരേ ഒരു പെർമനന്റ് എംപ്ലോയി മാത്രമേ ഉള്ളൂ. ബാക്കി ഓൺ കോൺട്രാക്ട് ആൻഡ് കോൺട്രാക്ട് എംപ്ലോയീസ് ആണ് ബാക്കി 130 ഇഷ്ടം ആളുകളും വരുന്നത്. ഒരു പെർമനന്റ് എംപ്ലോയി മാത്രമുള്ള ഒരു സൊസൈറ്റിയാണ് NTA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലുള്ള അക്കൗണ്ടബിലിറ്റി വളരെ കുറവായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ. പക്ഷേ ആഫ്റ്റർ ദ നീറ്റ് ഇഷ്യൂ, ആഫ്റ്റർ ദ റെസിഗ്നേഷൻ ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇത് കൂടുതൽ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് തുടങ്ങി. എന്തിനെ? NTA. കാരണം ഇനി ഒരു ഇഷ്യൂവും കൂടെ, ഈ NTAയുടെ നെറ്റിന്റെ റിസൾട്ടും കൂടെ വന്നൊരു ഇഷ്യൂ കൂടെ ആയിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. സോ ദ സിസ്റ്റം ആസ് വെൽ ആസ് ദ ബോഡി ആസ് വെൽ ആസ് ദ ഗവൺമെന്റ് ഈസ് അണ്ടർ പ്രഷർ. സോ എന്തുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമാകുന്നത്? കാരണം സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ചോദ്യങ്ങളും ലീക്ക് ആയതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻസർ കീ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ആൻസർ കീ പുറത്തു വന്നു കഴിയുമ്പോഴത്തേനും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആകും. കൂടുതൽ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിലൂടെ ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജിനെ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വലിയ പ്രശ്നമല്ലെങ്കിൽ പോലും പല ചോദ്യങ്ങളുടെയും നിലവാരം, റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന കാര്യങ്ങളും എല്ലാം ഡിസ്കഷനിലുണ്ട്. അത് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ പ്രശ്നത്തിലേക്കായിരിക്കും നയിക്കുക. ഇതാണ്
ഏറ്റവും മേജർ ആയിട്ടുള്ള ആൻസർ കീ നീണ്ടുപോകാനുള്ള കാരണം. പക്ഷേ ഈ എക്സാം ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇപ്പം സോഷ്യോളജിയുടെ പേരിലാണ് ഇഷ്യൂ എങ്കിൽ സോഷ്യോളജി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇഫ് ദ ആൻസർ കീ കംസ് ഔട്ട് ആൻഡ് ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. ബട്ട് ഇതേ സമയം തന്നെയാണ് NTA തന്നെ എന്ത് നടത്തിയിട്ടുള്ളത്? CSIR നെറ്റ് എക്സാമുകൾ, ലൈഫ് സയൻസിൻ്റെയും ഫിസിക്കൽ സയൻസിൻ്റെയും പോലുള്ള സബ്ജക്റ്റുകളുടെ എക്സാംസും നടത്തിയിട്ടുള്ളത്. സോ ഓബ്വിയസ്ലി ഇവർക്ക് ഈ പരീക്ഷ നടത്തുവാനുള്ള സമയം ഇനിയും കയ്യിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ജൂണിൽ OMR പരീക്ഷ നടത്തിയപ്പോൾ എക്സാം ക്യാൻസൽ ചെയ്ത് പിന്നീട് പരീക്ഷ നടത്തിയത് സെപ്റ്റംബറിലാണ്. ഇനിയും അവർക്ക് ക്യാൻസൽ ചെയ്ത് നോട്ടിഫിക്കേഷൻ വിട്ടാൽ പോലും ആപ്ലിക്കേഷൻ വിൻഡോ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് സെപ്റ്റംബറിൽ ഒരു പരീക്ഷ കൂടെ നടത്താൻ സാധ്യതയുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്ത് ഇത്തവണ രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാവർക്കും കൂടെ എന്തിലേക്കും ലഭിക്കും? ഡിസംബറിലേക്ക് ഒറ്റ പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതയും ഉണ്ട് ഇഫ് തിങ്സ് ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. പക്ഷേ ഈ ചോദ്യ പേപ്പറിലെ ചോർച്ച, നമ്മളിപ്പോൾ അലീജ് ചെയ്തിരിക്കുന്ന സോഷ്യോളജിയിലെ ചോദ്യ പേപ്പറിലെ ചോർച്ച എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇഫ് തിങ്സ് ഗോ വെൽ, ഇഫ് തിങ്സ് ഡോണ്ട് ഗെറ്റ് റൈസ്ഡ് അപ്പ്, നമുക്ക് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ഈ പരീക്ഷ നടക്കില്ല എന്ന് 100% നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബട്ട് നമുക്ക് ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, സം തിങ്സ് ആർ ഓക്കെ. പക്ഷേ നമുക്ക് ഒരു കാര്യം തന്നെ എടുത്തു പറയാനായിട്ട് സാധിക്കും, സം തിങ്സ് ആർ ഗോയിങ് റോങ് ഇൻ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ദേ ആർ അണ്ടർ സ്ക്രൂട്ടിനി, ദേ ആർ അണ്ടർ സർവൈലൻസ് ആൻഡ് പ്രഷർ ടു മേക്ക് ദിസ് ഫെയർ ആൻഡ് സ്ക്വയർ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡിലേ വരുന്നത്. ഈ ഡിലേ ഒരുപക്ഷെ നമുക്ക് റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ലാഗിലേക്കായിരിക്കും എത്തിക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തായിരിക്കും നമ്മളെ എക്സാം ക്യാൻസലേഷനിലായിരിക്കും സംഭവിക്കുക. എന്ത് പറഞ്ഞാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിസംബറിലേക്കുള്ള നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ടഫർ ആയിരിക്കും. കാരണം ഇത്രയും ഇഷ്യൂസ് വന്നതിനാൽ ഉറപ്പായിട്ടും സ്ക്രൂട്ടനൈസ്ഡ് ആയിട്ട് നല്ലപോലെ ഫോളോ അപ്പ് എടുത്ത രീതിയിലായിരിക്കും ഡിസംബറിലേക്കുള്ള പരീക്ഷ ഇവർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബറിലേക്കുള്ള എക്സാം നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എയ്തർ വേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്താലും ഇല്ലെങ്കിലും നമുക്കിനി ഒരു ബെറ്റർ ഔട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഡിസംബർ എക്സാമാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളെ പരീക്ഷ നടന്നു, ഇതിനെതിരെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ ചെയ്യാം. പ്രൊഫഷണൽ ആൻസർ കീ വരാതെ നമുക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല. പ്രൊഫഷണൽ ആൻസർ കീ വരാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അലിഗേഷൻസ് ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഇതിന് മുകളിൽ ആക്ട് ചെയ്യണമെങ്കിലും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിലും പ്രൊഫഷണൽ ആൻസർ കീ വരണം. വി വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. ബട്ട് ഓൺ ദ സെയിം ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മൾ ഏർലിയർ ഇഫ് വി റൺ വി വിൽ ഗെറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ, വിൽ ഗെറ്റ് ആസ് ദെയർ ഫാസ്റ്റ് ആസ് പോസിബിൾ. സോ ഡിസംബറിലേക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നടത്തുക. നമ്മളെ ബാച്ച് റണ്ണിങ് ആണ്. സോ നമ്മുടെ 120 ഡേയ്സിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോട്ട് നമ്പർ ആയിട്ടുള്ള 80868881144 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ എൻക്വയറി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ സിസ്റ്റംസും എനേബിൾഡ് ആയിട്ടുള്ള ഡീപ്പ് ലേണിംഗ് മെത്തേഡിലൂടെ തന്നെ നിങ്ങൾക്ക് നെറ്റ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ CCയുടെ വിക്ടറി ബാച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, UGCയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എക്സാമിനെ പറ്റിയുള്ള, റിസർച്ചിനെ പറ്റിയുള്ള, നമ്മുടെ റിസൾട്ടുകളെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, താഴെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സോ ദാറ്റ് യു ഡോണ്ട് മിസ് ഔട്ട് ഓൺ എനിത്തിങ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് until we meet again, this is me, Alfred Abdul Salam, signing off. Thank you.